إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من نفس واحدة فخلق منا زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم هل ينظرون إلا أن تأتيهم الملائكة أو يأتي ربك أو يأتي بعض آيات ربك يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا قل انتظروا إنا منتظرون قال رسول الله صلى الله عليه وسلم اتقى النبي صلى الله عليه وسلم علينا ونحن نتذاكر فقال ما تذاكرون قالوا نذكر الساعة قال إنها لن تقوم حتى تروا قبلها 10 آيات فذكر الدخان والدجال والدابة طلوع الشمس من مغربها ونزول عيسى بن مريم صلى الله عليه وسلم يأجوج وموجوج وثلاثة خسوف خسفا بالمشرق وخسفا بالمغرب وخسفا بجزيرة العرب وآخر ذلك نار تخرج من اليمن تطرد الناس إلى محشورهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സംശക്തനായ അല്ലാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുലർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തം ശരീരത്തിൽ നടന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിൽ പകർത്തി ജീവിച്ച് ഈമാൻ കിട്ടി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ഷാഹത്ത് സൂറ, ലോകാവസാനത്തിന്റെ ചെറിയ അടയാളങ്ങൾ. ഇനി അത് 2 കാര്യം കൂടി പഠിച്ച് വലിയ അടയാളങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അടയാളങ്ങൾ അവസാനമായിട്ട് കഴിഞ്ഞ നമ്മൾ പറഞ്ഞത് ഭൂമി പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ ലോകാവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രകൃതി ദുരന്തങ്ങൾ, അതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. പ്രകൃതി വിരുദ്ധം വേറെ വിഭാഗമാണ്. പിന്നെ പറഞ്ഞ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പല ഭാഗങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സഅത ഹത്താ തക്സുറു സലാസില, ഭൂമി കുലുങ്ങുന്നത് വരെ ലോകം അവസാനിക്കില്ല. അപ്പോ ലോക അവസാനം തന്നെ ഭൂമി കുലുങ്ങലാണ്. ഇദാ ദുൽസിലത്തിൽ അർദു സിൽസാലഹ വഖറത്തിൽ അർദു അസ്ഫാലഹ വഖാലൽ ഇൻസാനു മാലഹ. ഇതൊക്കെ അടുത്ത കുത്തി വിവരിക്കേണ്ടതാണ്. അതിനു മുമ്പായിട്ട് കുറെ അടയാളങ്ങൾ പഠിച്ചില്ലേ? അതേപോലെ ലോകത്ത് പല ഭാഗങ്ങളിലും
പല ദുരന്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. നാച്ചുറൽ ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തം എന്നാണ് അതിന് പറയുക. നമ്മുടെ കൺമുമ്പിലായിട്ട് കഴിഞ്ഞ വർഷം, ഒരു വർഷമല്ലോ, ചൂരൽമലയും മുണ്ടക്കയിലൊക്കെ ഒരു ചെറിയ തോതിലുള്ള ഒരു ലോകാവസാനം. എത്ര എണ്ണമാണ്, എത്ര ജനങ്ങളാണ്, എത്ര വീടുകളാണ്, എത്ര മനുഷ്യരാണ്. നേരം പുലർന്നപ്പോൾ ലം വെക്കും ചെയ്യാൻ മതുക്കൂറ, ഇവളെന്റെ വീടുണ്ടായിരുന്നു, അത് എന്റെ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാണ്ട അവസ്ഥകൾ ഉണ്ടായില്ല. അത്ര നാമാവിശേഷമാക്കി. അതിന്റെ മുമ്പുണ്ടായില്ലേ കവളപ്പാട് നിലമ്പൂർ ഭാഗത്ത് ലോകാവസാനത്ത് ഒരു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായില്ലേ. അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവസാനമായിട്ട് വലിയ ദുരന്തമാണ് ലോകം അവസാനിക്കുക എന്നുള്ളത്. 1992 നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബാബരി മസ്ജിദ് ധ്വംസനത്തിന് ശേഷം ഉടനെ തന്നെ വടക്കേ ഇന്ത്യയിൽ വലിയതായ ഒരു ഭൂമികുലുക്കമുണ്ടായി. അങ്ങനെ പല ഭാഗങ്ങളും കുലുങ്ങിക്കൊണ്ടിരിക്കാൻ നിങ്ങൾക്കറിയാവുന്ന ഒരു ഭാഷയിൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മഴക്കാലം വരുമ്പോൾ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം വരിക. അള്ളാഹുവിൻ്റെ കണക്ക് പ്രകാരമേ മഴ പെയ്യുള്ളൂ കേട്ടോ. ഇന്ന സമയത്ത് അത് ഇന്ന കാരണം കൊണ്ട് ഞാറ്റുവേലക്ക് മഴ പെയ്തെന്ന് നിശ്ചയിക്കാൻ വളരെ വേറെ വിഷയമാണ്. ഏതായാലും മഴക്കാലം വരുന്ന സമയത്ത് നല്ല ചൂടും ഉഷ്ണവും നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ മഴ എന്ന് പെയ്യും, അപ്പം ഓരോരുത്തർ പറയും ഇന്നലെ കുണ്ടോട്ടിക്ക് മഴ പെയ്തു, അങ്ങോട്ട് പെയ്തു, അവിടെ പെയ്തു, ഇവിടെ പെയ്തു എന്നൊക്കെ കേൾക്കും. അങ്ങനെ അവസാനമായിട്ട് ഒന്നാഴ്ച പെയ്യാൻ തുടങ്ങും. എന്നതുപോലെ ഭൂമി കുലുക്കം പല ഭാഗങ്ങളിലും പ്രളയങ്ങൾ ഉണ്ടായിക്കൊണ്ടും ഭൂമി കുലുങ്ങിക്കൊണ്ടും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇതും ലോക അവസാനത്തിന്റെ ചെറിയ അടയാളത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. 1931 ചൈനയിൽ ഒരു വലിയ ഫ്ലോഡ് പ്രളയമുണ്ടായി. അതിൽ 3 മില്യൺ ജനങ്ങൾ മരിക്കുകയുണ്ടായി. ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചതാണ് കേട്ടോ. 1887 തന്നെ യെല്ലോ റിവർ ഫ്ലോഡ്, ചൈനയിലെ മഞ്ഞപ്പുഴ എന്നാ പറയാം, അതിൽ വലിയൊരു പ്രളയം ഉണ്ടായി. അതിലും ഏതാണ്ട് 3 മില്യൺ ജനങ്ങൾ മരിച്ചു. 2004 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുനാമി അടിച്ചു വീശി, ഭൂമി കുലുങ്ങുന്നത് പോലെ കടലിൽ ഭൂമി കുലുക്കമുണ്ടായി. ആ കടലിന്റെ ഭാഗത്തുള്ള ഏതെല്ലാം കരകളുണ്ടോ അവിടെയൊക്കെ അതിൻ്റെ പ്രത്യാഘാതം അനുഭവപ്പെട്ടു. അങ്ങനെ 9000 ആൾക്കാർ മരിച്ചു, പലരെയും കാണാതെ. ഇതൊക്കെ ഭൂമി ഇത്തരത്തിലുള്ള ഈ പ്രകൃതി ദുരന്തങ്ങളും ലോക അവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. 2002 മാർച്ച് 26 അഫ്ഗാനിസ്ഥാനിൽ 2000 പേരുടെ 2000-ലേറെ ആളുകളുടെ മരണത്തിന് ഇടയായ വലിയതായ ഒരു ഭൂകമ്പം ഉണ്ടായതെന്നും ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എഴുത്തുകാരും ഒക്കെ. അതുപോലെ 2003 മെയ് 21 അൾജീരിയയിലെ ഒരു ഭൂകമ്പം, 3000-ലേറെ ആളുകൾ മരിച്ചു. 2003 തന്നെ ഡിസംബർ 26 ഇറാനിൽ ചരിത്ര പ്രസിദ്ധമായ ഒരു കുലുക്കമുണ്ടായി, 31,000-ലേറെ പേർ മരിച്ചു. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് വെളിപ്പാട് അകലെയാണ് ലോകാവസാനം എത്തിയിരിക്കുന്നത്. കുറെ പറയേണ്ട കാര്യമില്ല, കുറേ കാര്യങ്ങൾ ഒരുപാട് വെള്ളിയാഴ്ച തുടങ്ങിയിട്ട് അവസാനമായി ഇതുകൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. 2005 മാർച്ച് 26 ഇന്തോനേഷ്യയിൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. അവിടെ സുമാത്രയിൽ 1000-ലേറെ ആളുകൾ മരണം വരിച്ച ഒരു ഭൂകമ്പം ഉണ്ടായി. ഇങ്ങനെ ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാട് എടുത്തു പറയാനുണ്ട്. ഇതൊക്കെ ലോക അവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ട ഒന്നാണ്, ചെറിയ അടയാളങ്ങളിൽ പെട്ട ഒന്നാണ്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ, പുതിയ രോഗങ്ങളൊക്കെ വരിക. നമുക്കറിയാമല്ലോ 2020 പള്ളിയൊക്കെ പൂട്ടിയിട്ടിട്ട് നമ്മളെ കൊറോണ ഉണ്ടായത്, എത്ര ആൾക്കാർ അതിൽ മരിക്കുകയുണ്ടായി. ഇതൊക്കെ ചിന്തിക്കുന്നവർക്കും മനസ്സിലാക്കുന്നവരും സത്യവിശ്വാസികൾക്കൊക്കെ എന്താണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയാണ്. അത് ലോകാവസാനത്തിൻ്റെ അടയാളം കൂടിയാണ്.
അത് നബി റളിയല്ലാഹു പറഞ്ഞു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ യകൂനു ഫിൽ ആഖിരി ഉമ്മത്തി, ലോകാവസാനമാകുമ്പോൾ എൻ്റെ ഉമ്മത്തിൽ ഉണ്ടാകും റജ്ഫത്തൻ ഭൂമി കുലുക്കം, ഘോരമായ ശബ്ദങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവും. യുഹ്ലികു ഫിയ അശറത്ത് ആലാം, 10,000 ആൾക്കാർ മരിക്കും. ഹദീസാണ് കേട്ടോ. പിന്നെയോ ഇശ്റൂനാലാം, 20,000 പേർ മരിക്കുന്നു. അത് കഴിഞ്ഞില്ല സലാസൂനാലാം, 30,000 പേര് മരിക്കും. അങ്ങനെ 3 തവണ ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10,000, 20,000, 30,000 ഒക്കെ ലോകത്തിന് നാനാ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കും. പല മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായാൽ തന്നെ യജഅലുഹല്ലാഹു മൗഇലത്തുൽ ലിൽ മുത്തഖീൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൗഇലത്ത് എന്ന് പറഞ്ഞാൽ ധർമ്മനിഷ്ഠയുള്ള തഖ്വയുള്ള ആൾക്കാർക്ക് നല്ല ഒരു ഉപദേശമാണ്. ഇതൊക്കെ കാണുമ്പോൾ അവരതിൽ ഈ വിശ്വാസം കരുത്താർജിക്കുകയും ഈമാൻ ഉറക്കുകയും അധികരിക്കുകയും ചെയ്യും. മറ്റുള്ളവർ ന്യൂസൊക്കെ വായിച്ചിട്ട് കണക്കൂട്ടി പിരിയും. മൗഇദത്തുൽ മുത്തഖീൻ വ റഹ്മത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് വളരെയധികം കരുണയായിട്ടുമാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരിക. അപ്പോൾ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഭൂമി കുലുക്കം ഉണ്ടാവും, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും, പ്രളയങ്ങൾ ഉണ്ടാകും, അപകടങ്ങൾ അധികരിക്കും. ഇതൊക്കെ അതിൽ പെട്ടതാണ്. നമ്മൾ കണ്ടും കേട്ടും കേൾവിയില്ലാത്ത പുതിയ രോഗങ്ങൾ വരും. അതൊക്കെ അതിലൊക്കെ കുറെ ആൾക്കാർ മരിക്കും. ഇനി ഒരു അടയാളം വരെ നിർത്താം. ഇത് ആരെയും ഉദ്ദേശിച്ചല്ല, ദീനിന്റെ ഭാഗമാണ്, എല്ലാവർക്കും ഇത് ബാധകമാണ്. നമ്മുടെ അടുക്കൽ ആ സ്വഭാവം ഉണ്ടെങ്കിൽ ഞാനടക്കം അത് നിർത്തണം. എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യഖൂനു ഖൗമുൻ യഹലിബൂന ഫി ആഖിരി സമാൻ, ലോകാവസാനം അടുക്കുമ്പോൾ ജനത വാർദ്ധക്യത്തെ വെറുക്കുന്നതാണ്. വയസ്സാകുന്ന ഇഷ്ടം ഉണ്ടാവില്ല. വയസ്സ് ചോദിച്ചാൽ പറയില്ല, കുറച്ചേ പറയുള്ളൂ. അതിഷ്ടമല്ലായിരിക്കും. ഇത്ര വയസ്സായി എന്ന് പറയുമ്പോൾ ഒരു കുറവുണ്ടാവും. നമുക്ക് അല്ലാഹു തന്ന ആരോഗ്യങ്ങൾ അങ്ങനെ വയസ്സാകുന്തോറും ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ തൊലികളൊക്കെ ചുക്കിച്ചുളിയും, നിറം മാറും, തല നിരക്കും, പല്ല് ചിലപ്പോൾ പോകും. ഇതൊക്കെ വാർദ്ധക്യത്തിന്റെ അടയാളമാണ്. ഒരു തലമുടി നിറച്ച് കണ്ടാൽ അത് പറിച്ചു കളയുകയോ കരുപ്പിക്കുകയോ ചെയ്യേണ്ടത്. അതിന് മനസ്സിലാക്കേണ്ടത് എനിക്ക് മരണം അടുത്തു. മരണം എൻ്റെ പിന്നാലെ ഉണ്ട്, മരണം അടുത്തു. ഇങ്ങനത്തെ ഒരവസ്ഥ വരുമ്പോൾ വാർദ്ധക്യത്തിൽ നിന്ന് വെറുക്കുക നന്നായി. ഇതൊന്നും ഇഷ്ടപ്പെടാതിരിക്കുക. എന്താണ്? സൗന്ദര്യവർദ്ധന വസ്തുക്കളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയോ പൈസകൾ മുടക്കിയിട്ട് നല്ല സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അതിനിപ്പോൾ എതിര് പറയുന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് വയസ്സാവും തോറും നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇബാദത്തിന് നമ്മൾ കൂടുതൽ വ്യാപൃതരാവണം. പരലോകത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മളെ ഇടപാടുകളും ബാധ്യതകളൊക്കെ കുറച്ച് കൊണ്ടുവരണം. കൂടുതൽ ബാധ്യതകളും ഇടപാടുകളും ഉണ്ടാക്കാതെ, ഇത്ര വയസ്സായി, എന്താണ്, എപ്പോഴാണോ ഇത്തിരി അള്ളാഹു ആയുസ് തന്നില്ലേ, ആ ആയുസ് അള്ളാഹ് ഞാൻ എന്ത് ഇബാദത്ത് ചെയ്തു എന്ന് ചിന്തിച്ച് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ചില സ്ഥലങ്ങൾ പറഞ്ഞു ആഖിർ സമാനാകുമ്പോൾ എന്ത് ചെയ്യും? മാടപ്പിറാവിന്റെ ചിറക് പോലെ എന്ന് പറയാം. ആ മാടപ്പിറാവിന്റെ ചിറകിന് കറുപ്പിക്കുന്നത് പോലെ മുടി നിറ കറുപ്പിക്കുന്ന ഒരു രീതി നമ്മൾ അറിവില്ലായ്മ കൊണ്ടോ അറിഞ്ഞുകൊണ്ടോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനടക്കം എന്നടക്കം ഉപദേശിക്കുന്നു, അതുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ആരും ഉദ്ദേശിച്ചില്ല, ആരും എനിക്ക് അറിയില്ല. എവിടെ ഇതിന്റെ അടയാളം പറയുമ്പോൾ പറയണേ, നിറച്ച മുടി കറുപ്പിക്കാൻ പാടില്ല എന്ന് യൂസുഫ് ഖർദാവിയെ പോലത്തെ ചില മഹാന്മാരൊക്കെ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിശ്വാസമാങ്ങൾ പറഞ്ഞു, ലോകാവസാനമൊക്കെ ഹവാസിൽ ഹമാം ലാ യുരീഹൂന റാഹിയത്തുൽ ജന്ന, മാടപ്രാവിന്റെ ചിറവിന്റെ അതേമാതിരി കറുപ്പിച്ച് നടക്കും. തല നിറച്ച ആൾക്കാർ ആ മുടിയെ മുഴുവൻ കറുപ്പിക്കുക. ആ രീതി ഇസ്ലാമികമല്ല കേട്ടോ, ദീനാണ് പറയുന്നത്. അതിന് 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മളെപ്പോഴും യുവാവായിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവുക. നമ്മളെപ്പോഴും ഓരോ ദിവസം കൂടുന്നു നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നു, മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ആ ചിന്തയിൽ നമ്മൾ ഇല്ലാതെ പിന്നാക്കം വരും. രണ്ടാമത്,
നമ്മൾ കുളിയുടെ ഫറലൊക്കെ പഠിച്ച രൂപത്തിൽ തന്നെ നമ്മളെ വലിയ അശുദ്ധിയുടെ കുളി ശരിയാവുകയില്ല എന്നും പറയുന്നുണ്ട്. മൂന്നാമതായി എപ്പോൾ എവിടെ വെച്ച് നമ്മൾ വീട്ടിൽ നിന്ന് മുടക്കെ ചെയ്ത് വളരെ ചുള്ളന്മാരായ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നു, പല യാത്രക്ക് പോകുന്നു, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പക്ഷെ അപ്പോൾ എവിടെ വെച്ച് നമ്മൾ മരിക്കുന്നു പറയാൻ കഴിയില്ലല്ലോ. അപ്പോഴും ഈ നിറപ്പിച്ച ഈ കറുപ്പിച്ച മുടിയുമായിട്ട് നമ്മളെ കബറിൽ പോയി കിടക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർശനമായി എതിർത്തിട്ടുണ്ട്. ഒരിക്കൽ മക്ക ഫതഹിന് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ എന്ന പേരിൽ അറിയപ്പെടും. അദ്ദേഹം ഒരു സൈലന്റ് മാൻ. 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വന്തം മകൻ പ്രബോധന പ്രവർത്തനം നടത്തി. നബി അവിടെ ഉണ്ട്. പക്ഷെ ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പുണ്ടായിട്ടില്ല. അയാളെ പഴയ മട്ടത്തിലെ ഭൗതിക വിശ്വാസത്തിൽ അങ്ങനെ നടക്കുക തന്നെ. സ്വന്തം മകനെ എതിർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ മക്കം ഫതഹ് കഴിഞ്ഞു, എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നു, എല്ലാവരും നബിയെ വന്ന് കാണുന്നു. ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോയിട്ട് തൻ്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ പിതാവിന്റെ കയ്യും പിടിച്ച് ഇങ്ങനെ വരിക. കയ്യും പിടിച്ച് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തെത്തി ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നിട്ട് അവിടെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം മതം അവിടെ വെച്ചിട്ട് സ്വീകരിച്ചു. നബിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയും, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? ഇത്രയും വയസ്സായ നിങ്ങളെ പിതാവിന്റെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലില്ലേ? സീനിയർ സിറ്റിസൺ, മുതിർന്ന പൗരന്മാർക്കുള്ള അവകാശം. ഇപ്പോൾ ബസ് കയറിയാലും എവിടെ ചെന്നാലും മുതിർന്ന പൗരന്മാർ, അത് ലോകത്ത് ആദ്യമായി പറഞ്ഞു. എത്രയോ ആൾക്കാരാണ് മക്കമ്മത്തിലവിടെ ഉണ്ട്. നിങ്ങൾ എന്തിനാണ് നിങ്ങളെ പാപ്പാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ലോകത്തിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ ഉസ്താദ്, കാരുണ്യവാനായ പ്രവാചകൻ വളരെ വെയിറ്റിലങ്ങനെ ഇരിക്കല്ല ചെയ്തത്. എന്നിട്ട് വരിയല്ലാതെ തന്നെ പറഞ്ഞത്, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നില്ലേ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇപ്പോഴല്ലേ മുതിർന്ന പൗരന്മാർക്കൊക്കെ. അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുതിർന്ന പൗരന്മാരെ നമ്മൾ ഏത് നിലക്കും ആദരിക്കണം, ബഹുമാനിക്കണം. അവർക്ക് സംവിധാനങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നു. അങ്ങനെ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തി ഇസ്ലാം മതമൊക്കെ സ്വീകരിച്ചു. അപ്പൊ തലയും താടിയൊക്കെ അങ്ങനെ നിറച്ച് പറ്റ നിറച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വയ്യറു ഹാദാ, നിങ്ങൾക്ക് ഇതിന്റെ നിറം ഒന്ന് കൊടുത്തുവിടാന്നില്ലേ, കളർ കൊടുത്തുവിടാന്നില്ലേ? കറുപ്പ് ചെയ്യരുതേ, കറുപ്പിക്കരുതേ, അത് ഉപേക്ഷിക്കണം. അപ്പോ വേറെയുള്ള കളർ മൈലാഞ്ചിയൊക്കെ അതിനെക്കുറിച്ച് ഫത്വകളുണ്ട്. അപ്പൊ ഏറ്റവും നല്ലത് അങ്ങനെയാണ്. ഇത് ചെയ്യാതെ വാർദ്ധക്യത്തിൽ നിന്ന് ഒളിച്ചോടുക, വയസ്സായിട്ടില്ലാന്ന് സ്ത്രീകളുടെ ഇടയിലുണ്ടാവാം, പുരുഷന്മാരുടെ ഇടയിലുണ്ടാവാം, എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അതിനുള്ള യുവത്വം തോന്നിപ്പിക്കാൻ കൃത്രിമമായിട്ട് എന്തെല്ലാം പറ്റുമോ അതൊക്കെ ചെയ്യുന്ന രീതി നമുക്കുണ്ടാവാൻ പാടില്ല. മുടി അങ്ങനെ കറുപ്പിക്കാൻ നമുക്ക് പാടില്ല. പിന്നെ കറുപ്പിക്കാം എപ്പോൾ? ഒരു യുദ്ധത്തിന് തയ്യാറാവുന്ന സമയത്ത് ശത്രുക്കൾ നമ്മളെ ഭാഗത്തൊക്കെ വയസ്സായ ആൾക്കാരാണെന്ന് തോന്നുമ്പോൾ അവർക്കൊരു വീര്യം കൂടും. അവർ വയസ്സന്മാരാണ്, അവർ നമുക്ക് വേഗം പരാജയപ്പെടുത്താമെന്ന് തോന്നും. അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് യുദ്ധത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ നിങ്ങളെപ്പോലെ യുവാക്കൾ തന്നെയാണ്, നിങ്ങളെ നേരിടുവാൻ ഞങ്ങൾ കഴിവുള്ളവരാണ് എന്ന് ശത്രുക്കളെ മനോവീര്യം കെടുത്താൻ നമുക്ക് ധൈര്യമുണ്ടാവാനും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതിൽ വിരോധമില്ല. മൊത്തത്തിൽ അത് നമ്മളൊരു ചടങ്ങായി എപ്പോഴും നമ്മൾ ചെയ്യാൻ പാടില്ല. ഞാനൊരു പങ്കെടുക്കേണ്ടായി, ഞാൻ കഴിഞ്ഞ ഒരു കുത്തി പറയണ്ടായി, 100ാം വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളൊക്കെ ജൂനിയർ സ്കൂളിൽ. അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വയസ്സായ, അതാരോ പറയും ചെയ്ത്. അപ്പോൾ എത്ര വന്നാലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ആ പ്രകൃതിയെ നമ്മൾ വികൃതമാക്കാതെ അതിനെ നമ്മൾ എന്ത് വേണം, സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അത് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ ഉൾപ്പെടുത്തിയതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതോടുകൂടി ചെറിയ അടയാളങ്ങളുടെ കുറച്ച് ഭാഗം പറഞ്ഞ് അവസാനിച്ചു. ഇനി നമ്മൾ വലിയ അടയാളത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈഫ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് നെത്തദാക്കറു സംസാരിക്കുകയാണ്, സ്വറ പറയല്ല, മറ്റൊരുത്തൻ്റെ ഇതിനെക്കുറിച്ച് പറയല്ല, ഞങ്ങൾ ഈ ദീനി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്.
സഹാബത്തെ യത്തദാക്കറു ഞങ്ങൾ ദീനി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ തതദാക്കറൂന, എന്താ നിങ്ങൾ പറയുന്നു, എന്താ നിങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഖാലു, അവർ പറഞ്ഞു, നദ്കുറു സാഅത, ലോകാവസാനത്തെ കുറിച്ച് പറയാണ് ഞങ്ങൾ, അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹാ ലൻ തഖൂമ ഹത്താ തറൗ ഖബലഹാ അശറ ആയാത്തിൻ. ഇത് വലിയ ദൃഷ്ടാന്തങ്ങളാട്ടോ. ഇനി പഠിക്കാൻ പോകുന്നത് വരെ ചെറുതാ. 10 വലിയ ദൃഷ്ടാന്തങ്ങൾ എൻ്റെ ഉമ്മത്ത് അഭിമുഖീകരിക്കാതെ ലോകം അവസാനിക്കുകയില്ല. അപ്പോൾ അത് ഏതൊക്കെയാണ്? ഇന്നഹാലൻ തഖൂമത്ത തറൗ ഖബലഹാ അശറ ആയാത്തിൻ, 10 ദൃഷ്ടാന്തങ്ങൾ കേട്ടോ, മനസ്സിലാക്കി വെച്ചോളൂ. ഒന്ന് എന്താണ്? അദ്ദുഹാൻ. ഒരു ദുഹാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുക എന്നാണ് അർത്ഥം. ഖുർആനിൽ സൂറത്ത് ദുഹാൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഉണ്ട്. രണ്ടാമത്തത് വിവരിച്ചു തരാം. ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടുക. മൂന്നാമത്തെ ദാബത്ത്, ഒരു മൃഗം പുറപ്പെടുക. നാലാമത്തെ സൂര്യൻ പടിഞ്ഞാറുദിക്കുക. ഇപ്പൊ കിഴക്കല്ല ഉദിക്കുന്നത്. ഈ പടിഞ്ഞാറൊക്കെ ഉദിച്ചിട്ടും പിന്നെ കുറച്ചു കാലം ഉണ്ടാവും കാലം. മീൻ തുലൂഹിഹ വനുസൂൽ ഈസ ഇബ്നു മറിയം, ഈസാ നബിയുടെ അവതരണം. അതുപോലെ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന 2 ശക്തികൾ, 2 വിഭാഗം ജനങ്ങൾ ദജ്ജാലിനെ പോലെ തന്നെ വരിക. യഅജൂജ് മഅജൂജ്. സലാസത്തെ ഹുശൂർ, 3 തരത്തിലുള്ള ഭൂമി താഴ്ച. ഇപ്പൊ മഴക്കാലം പറയുമ്പോൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട് ചില ഭാഗങ്ങളിൽ കിണർ താണുന്നൊക്കെ. ഇതേപോലെ ഭൂമി പല ഭാഗങ്ങളിലും താഴെ, കിഴക്കും പടിഞ്ഞാറും ഇതിലൊക്കെ ഭൂമി താഴെ. ഇതിൽ ഈ ദുഹാനെ കുറിച്ച് നമുക്കൊരു വിവരണം തരാം. എന്താ ദുഹാൻ എന്ന് പറയുന്നത്? ഒരു പുക പുറപ്പെടുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആ പുക പുക പുറപ്പെട്ടോ അതോ ഇനി പുറപ്പെടുമോ? അതാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലായിരിക്കുന്ന കാലത്ത്, മക്കയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രവാചകനെയും വിശ്വസിച്ചവരെയും ഒരുപാട് വിഷമിപ്പിച്ചു, ബുദ്ധിമുട്ടിച്ചു. ആ സമയത്ത് പ്രവാചകൻ അള്ളാഹുവിനോട് ഒരു ചെറിയൊരു പ്രാർത്ഥന നടത്തി. എന്താ പ്രാർത്ഥന അറിയോ? യൂസുഫ് നബിയുടെ കാലത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ തഅബീർ ഇങ്ങനെ ആയിരുന്നു: 7 വർഷം സമൃദ്ധമായ വിളവുകൾ ഉണ്ടെങ്കിൽ 7 മാസം ക്ഷാമമായിരിക്കും, വരൾച്ചയായിരിക്കും. അതിൻ്റെയൊക്കെ പിന്നിൽ കുറെ ഹിക്മത്തുകൾ ഉണ്ട്. യൂസുഫ് നബി യൂസുഫ് നബി ജയിലിലായിരുന്നല്ലോ. അതുപോലെ ഈ ജനതക്ക് അത്യാവശ്യം നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാണ്. അല്ലാഹുവിന്റെ നിഅമത്താകുന്ന മഴയും അതുപോലെ തന്നെ വെയിലും അതുപോലെ തന്നെ കാറ്റും തണുപ്പും ഒക്കെ ആവശ്യത്തിന് ഇവിടെ വേണം. അധികമായാലും ദോഷം, കുറഞ്ഞാലും ദോഷം. അല്ലാഹു തആല ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നമുക്കും അള്ളാഹുടെ സൃഷ്ടികളായ മറ്റു ജീവജാലങ്ങൾക്കൊക്കെ അള്ളാഹു നിലനിർത്തി തരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, എന്താണോ, ചെറുതായ ഒരു പരീക്ഷണം, ഒരു ക്ഷാമം ഇവരെ പിടിപെടാതെ ഇവർ രക്ഷപ്പെടുകയില്ല, രക്ഷയില്ല എനിക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കടും ദാരിദ്ര്യവും ക്ഷാമവും വരൾച്ചയും മക്കയിൽ ഉണ്ടായി. വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ധരിക്കാൻ വസ്ത്രമില്ല, പാർപ്പിടമില്ല. വലിയ വലിയ സമ്പന്നന്മാരും ചങ്കൂറ്റവുമുള്ള മക്കാ മുശ്രിക്കുകൾ ആകെ പരാജയപ്പെട്ടു. അവർ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ ആകെ വിഷമത്തിലാണ്. അതുവരെ ഉപദ്രവിച്ചാൽ കേട്ടോ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമാണ് പറഞ്ഞത്. ചരിത്രത്തിൽ പറയുന്നത് എങ്ങനെ? യൂസുഫ് നബി സ്വല്ലല്ലാഹു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവം പോലെ എന്നാണ് പറയുന്നത്. ആദ്യത്തെ വലിയ അടയാളങ്ങളിൽ ആദ്യമായി എണ്ണിയ ഹദീസ് അദ്ദുഹാനാണ്. അങ്ങനെ അവര് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു പുകപടലങ്ങൾ മാത്രം കാണാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു പുകപടലങ്ങൾ കൊണ്ട് അവരാകെ മൂടി. ദാരിദ്ര്യത്തിന് പുറമെ, വിശപ്പിന് പുറമെ, ക്ഷാമത്തിന് പുറമെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു. അപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രാർത്ഥിച്ചു. അങ്ങയുടെ പ്രാർത്ഥന അങ്ങയുടെ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു.
ഞങ്ങളെ ഇനി കഷ്ടപ്പെടുത്തണ്ട, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കഷ്ടപ്പാടുകളൊക്കെ നീങ്ങിപ്പോയി. പക്ഷേ അവർ വീണ്ടും പഴയതുപോലെ തന്നെയായി. ഇതിന് പ്രതികാരം എന്നോണം ബദറിൽ അല്ലാഹു തആല അവരെ പിടിക്കപ്പെട്ടു. 70ഓളം മക്കാ മുശ്രിക്കുകൾ ബദറിൽ കൊല്ലപ്പെട്ടില്ലേ? അപ്പൊ അതാണ് ദുഹാൻ കൊണ്ട് ഒന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ട്, ഈ പറഞ്ഞ ദുഹാൻ കണ്ടോ, ഫർത്തഖിബ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? ഖുർആനിൽ ദജ്ജാലിനെ സംബന്ധിച്ച് മാത്രമേ ഖുർആൻ പറയാത്തുള്ളൂ. നേരത്തെ ഒരു ആയത്ത് അതും അടയാളങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഫർത്തഖിബ്, നിങ്ങൾ പ്രതീക്ഷിക്കുക. യൗമതലിത്തി സമാഉ ബിദ്ദുഹാൻ മുബീൻ, ആകാശത്തിൽ നിന്ന് ഇതേപോലത്ത ഒരു പുക മറ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഒരു പുക വന്ന് കാണിച്ചു കൊടുത്തില്ലേ? ഇതേപോലെ ഒരു പുക വരാൻ സാധ്യതയുണ്ട്. അത് വരുമ്പോൾ ലോകം അവസാനത്തിന്റെ വലിയ അടയാളങ്ങളിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയിട്ടുണ്ട്. ആ പുകപടലങ്ങൾ ജനങ്ങൾ ആകങ്ങട്ട് പൊതിയും, മൂടിക്കെട്ടും. ഇപ്പൊ നമ്മൾ റോഡ് സൈഡിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തീ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയുടെ ഉത്തരം നമുക്കറിയാം, കൂടുതലായാലേ. ഇത് അതുപോലെ എല്ലാ ഭാഗത്തും പുകപടലങ്ങൾ, ഒരു ദുഹാൻ പുറപ്പെടുക എന്നുള്ളത് ലോകാവസാനത്തിന്റെ വലിയ അടയാളങ്ങളിൽ ഒന്നായി അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാത്തിനെയും തൊട്ട് അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കും.